3, 2, 1, now. ഇന്ത്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണ പറക്കൽ ഇന്ത്യ വിജയകരമായി നടത്തിയെന്നും ഇത്തരം നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യകളുടെ കഴിവുള്ള തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടുത്തിയതിനാൽ ഇതൊരു ചരിത്ര നിമിഷമാണെന്നുമാണ് രാജ്നാഥ് സിംഗ് അറിയിച്ചത്. 1500 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വിവിധ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിവുള്ള തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൾ കലാം മിസൈൽ കോംപ്ലക്സിലെ ലബോറട്ടറികൾ മറ്റ് DRDO ലബോറട്ടറികളും വ്യവസായ പങ്കാളികളും ചേർന്നാണ് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ വളരെ ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. മണിക്കൂറിൽ 6200 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധ്യമായവ. എന്നാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ വേഗത ഇതിന് കുറവാണ്. ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന്റെ ആകൃതിയിലുള്ള മിസൈൽ അതിനെ ഒരു ലക്ഷ്യത്തിലേക്കോ പ്രതിരോധത്തിൽ നിന്ന് അകറ്റിയോ കുതിക്കാൻ അനുവദിക്കുന്നു. ഭ്രമണപഥത്തിലേക്ക് ഭാഗികമായി വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലുമായി ഒരു ഗ്ലൈഡ് വാഹനത്തെ സംയോജിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനം സാധ്യമാകുന്നത്.